സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളെ ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമാണല്ലേ. ആഗ്രഹം മാത്രമല്ല, അവളുടെ ആവശ്യങ്ങൾ സ്വന്തമായിട്ട് നടത്തിയെടുക്കാൻ, അല്ലെങ്കിൽ മക്കളുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ തുടങ്ങിയ എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും മാഷാ അല്ലാഹ് ഇന്ന് അതിൽ നിന്ന് ചെറുതാണെങ്കിലും ഒരു വരുമാനം എനിക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനൊരുപാട് സന്തോഷമുണ്ട്. സ്വന്തമായിട്ടൊരു ബ്രാൻഡും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് നമ്മൾ വെറുതെ ഇരുന്ന് ആരുടെയും പൈസ വാങ്ങിച്ചെടുക്കുകയല്ല, അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട്. ഏതൊരു ജോലിക്കും ഒരു സമയമുണ്ട്. ഒരു റിട്ടയർമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ദിവസവും ഇത്ര ഷെഡ്യൂളെന്നും പറഞ്ഞു. പക്ഷേ നമുക്കതില്ല. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നിടത്തോളം വരെ ഫോൺ കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. 89 ബാച്ചുകളായിട്ടാണ് നമ്മളെല്ലാവരും ഏത് അവസ്ഥയിലും എവിടെ പോയാലും നമ്മൾ ആ ഒരു നമ്മുടെ ജോലി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഗ്രൂപ്പുകളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഡൗട്ടുകൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പം വെറുതെ ഇരുന്ന് ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പിന്നെ ഈ നട്ട്സുകളും കാര്യങ്ങളും ഇത് വെറുതെ പൊടിച്ചൊരു സാധനം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കൊണ്ടുവന്നിരിക്കുന്നതല്ല. അതൊരാൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അമ്മയാകാൻ പറ്റാത്തവർക്കൊക്കെ അങ്ങനെ ഒരു നേട്ടം കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേർക്ക് ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട്. അത് എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ ആരെയും പട്ടിണിക്കിട്ട് വെയിറ്റ് കുറയ്ക്കാറില്ല. എല്ലാ നല്ല നിർദ്ദേശങ്ങളോട് കൂടിയാണ് ഞാനത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം എല്ലാവർക്കും പറ്റും ഇങ്ങനെയൊക്കെ ആവാൻ. നമ്മളൊന്ന് സ്വയം ഇറങ്ങണം, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയല്ല. നമുക്ക് എല്ലാവരിലും ഓരോ കഴിവുണ്ട്, അത് തിരിച്ചറിയാൻ ശ്രമിക്കുക.